Hi friends, welcome to Cooperative Companion. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് NCCF ആൻഡ് കൺസ്യൂമർ ഫെഡ്. NCCF എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. കൺസ്യൂമർ ഫെഡോ? കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ കൺസ്യൂമർ സൊസൈറ്റികളുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ട് ആണ് അല്ലെ? ഇംഗ്ലണ്ടിലെ റോച്ച്ഡെയിൽ പാർട്നേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് 28 മെമ്പേഴ്സ് കൂടി രൂപീകരിച്ച ഒരു സഹകരണ സംഘം. അതാണ് ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറയുന്നത്. രൂപീകരിച്ചിട്ടുള്ളത് 1844 അപ്പം 1844 ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചിട്ടുള്ള റോച്ച്ഡെയിൽ പാർട്നേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി ആണ് ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെ? ഇങ്ങനെ കൺസ്യൂമർ സൊസൈറ്റിയിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരിക്കാം? അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് സെല്ലേഴ്സിന്റെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തുമ്പോൾ അവിടെ ഒരു ഇടനിലക്കാര് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇടനിലക്കാർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇടനിലക്കാരുടെ കമ്മീഷൻ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് സെല്ലേഴ്സിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുക, അതും ലീസ്റ്റ് പ്രൈസിൽ മിതമായ നിരക്കിൽ എത്തിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് കൺസ്യൂമർ സൊസൈറ്റികൾ രൂപം കൊടുത്തിട്ടുള്ളത്. അതായത് കൺസ്യൂമർ സൊസൈറ്റികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ ആണ്. എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ ആണ്. നമ്മുടെ ഇന്ത്യയില് കൺസ്യൂമർ സൊസൈറ്റികളുടെ അപ്പെക്സ് എന്ന് പറയുന്നത് NCCF ആണ്, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. കേരളത്തിലാണെങ്കിലോ കേരളത്തിൽ കൺസ്യൂമർ ഫെഡ്, കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് വൺ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ NCCF എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 16 ഒക്ടോബർ 1965. 16 ഒക്ടോബർ 1965 NCCF എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. NCCFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹിയാണ് NCCFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 21 മെമ്പേഴ്സ് ആണ്. NCCFന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 21 മെമ്പേഴ്സ് ആണ്. അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. കേരള കൺസ്യൂമർ സൊസൈറ്റികളുടെ അപ്പെക്സ് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 4/9/1965. ഇയർ രണ്ടും അപ്പൊ സെയിം ആണ്. NCCFും കൺസ്യൂമർ ഫെഡും വന്ന ഇയറുകൾ സെയിം ആണ്. 1965 ആണ്. കൺസ്യൂമർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 4 സെപ്റ്റംബറിലാണ്. 4 സെപ്റ്റംബർ 1965 കൺസ്യൂമർ ഫെഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7/10/1965. ഒക്ടോബർ 7 ഒക്ടോബർ 7 1965 ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗാന്ധിനഗർ, കൊച്ചിയില് ഗാന്ധിനഗറിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 18 മെമ്പേഴ്സ് ആണ്. 18 മെമ്പേഴ്സ് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ എണ്ണം. ഇനി നമുക്ക് NCCFുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളും അതുപോലെ കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനുമായി കൺസ്യൂമർ ഫെഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളും നോക്കാം. NCCFുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാമത്തെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരമാണ്. 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതില് 29 ബ്രാഞ്ച് ഓഫീസുകളാണ് ഉള്ളത്. NCCFന് 29 ബ്രാഞ്ച് ഓഫീസുകളാണ് ഉള്ളത്. NCCFന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയാണ് NCCFന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി. ദെൻ അടുത്തത് ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്യൂമർ സ്റ്റോർ ആണ് ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി മദ്രാസില് 1905
രൂപം കൊള്ളുന്നത്. മദ്രാസിൽ 1905 ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി TUCS എന്ന് പറയും. അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1904 ആക്ട് പ്രകാരമാണ്. 1904 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് TUCS, ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. മദ്രാസിലാണ് രൂപം കൊണ്ടത് 1905. അടുത്ത പോയിന്റ്, NCCF-നെ സ്പോക്മാൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നു. NCCF-നെ സ്പോക്മാൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നു. NCCF-ന്റെ 2 പബ്ലിക്കേഷൻസ് ആണ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ്, അടുത്തത് ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. 2 പബ്ലിക്കേഷനിൽ ആദ്യത്തെയാണ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ്, അടുത്തത് ഇന്ത്യൻ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ്. അടുത്ത ടോപ്പിക് നോക്കാം, കൺസ്യൂമർ ഫെഡ്, കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. മെമ്പർഷിപ്പ് 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സൊസൈറ്റികളാണ്. 14 ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോറുകളാണ് മെമ്പർഷിപ്പിലുള്ളത്. അടുത്തത് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് MD ആണ്, മാനേജിംഗ് ഡയറക്ടറെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ റീജിയണൽ ഓഫീസ്, 11 റീജിയണൽ ഓഫീസുകളാണ് കൺസ്യൂമർ ഫെഡിന് ഉള്ളത്. കൺസ്യൂമർ ഫെഡിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത്, അവരുടെ ബിസിനസ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വൺ ത്രിവേണി നോട്ട്ബുക്ക് ആണ്, ത്രിവേണി നോട്ട്ബുക്ക് ഡിവിഷൻ. അടുത്തത് നീതി സ്കീം. നീതി സ്കീം വരുന്നത് 1997 1997 നീതി സ്കീം, നീതി സ്റ്റോർ എന്നൊക്കെ പറയാം. അടുത്തത് നീതി ഗ്യാസ് സ്കീം, നീതി ഗ്യാസ് സ്കീം, LPG ഗ്യാസ്. ബ്രാൻഡ് നെയിം സുനീതി ഗ്യാസ് എന്നാണ്, ബ്രാൻഡ് നെയിം സുനീതി ഗ്യാസ്. അടുത്തത് ഫോറിൻ ലിക്വർ ഷോപ്സ്, അടുത്തൊരു ബിസിനസ് ആണ് ഫോറിൻ ലിക്വർ ഷോപ്സ്. അടുത്തത് നീതി മെഡിക്കൽസ്, നീതി മെഡിക്കൽസ് വരുന്നത് 1998 നീതി മെഡിക്കൽസ് 1998 നീതി സ്റ്റോർ അല്ലെങ്കിൽ നീതി സ്കീം 1997 ആണ്. ലാസ്റ്റ് വൺ ആണ് ഈ ത്രിവേണി ബിസിനസ് സെന്റർ, ഈ ത്രിവേണി ബിസിനസ് സെന്റർ. അടുത്ത ഒരു പോയിന്റ് ആണ് ബ്രാൻഡ് നെയിം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡുകളുടെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ത്രിവേണി ആണ്. ത്രിവേണി ആണ് കൺസ്യൂമർ ഫെഡിന്റെ പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അടുത്തത് കൺസ്യൂമർ സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വിൻഡോ ഡ്രസ്സിംഗ്, വിൻഡോ ഡ്രസ്സിംഗ്. സെക്കൻഡ് ആക്റ്റീവ് പ്രൈസ് പോളിസി, ആക്റ്റീവ് പ്രൈസ് പോളിസി. തേർഡ് വൺ ട്രേഡ് ഡെപ്പോസിറ്റ്, തേർഡ് വൺ ആണ് ട്രേഡ് ഡെപ്പോസിറ്റ്. അടുത്തത് പർച്ചേസ് ബോണസ്, പർച്ചേസ് ബോണസ്. നെക്സ്റ്റ് പാട്രോണേജ് ഡിവിഡൻഡ്, നെക്സ്റ്റ് വൺ ആണ് പാട്രോണേജ് ഡിവിഡൻഡ്. ദെൻ ലീഡ് ലിങ്ക് സ്കീം, ലീഡ് ലിങ്ക് സ്കീം. ലാസ്റ്റ് വൺ ആണ് വാർ ടൈം ബേബീസ്. വാർ ടൈം ബേബീസ് എന്ന് പറയുന്നത് നിക് നെയിം ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൺസ്യൂമർ മൂവ്മെന്റിന്റെ നിക് നെയിം ആണ് വാർ ടൈം ബേബീസ് എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ adopted an accounting system is called. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം എന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ NCCF അതുപോലെ കൺസ്യൂമർ ഫെഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് നോക്കിയത്. എക്സാമിന് ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ് എല്ലാം തന്നെ. അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും എഴുതി വെച്ച് ഓർത്തിരുന്ന് പഠിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.